ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ഇലക്ട്രിക്കൽ സർക്യൂട്ട് R എന്ന് പറയുന്ന വാല്യൂ 3.5 ഓം, ഫ്രീക്വൻസി 50 ഹെർട്സ്, ഇൻഡക്റ്റൻസ് L എന്ന് പറഞ്ഞാൽ 0.1 ഹെൻറി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് V എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്, 220 ആംഗിൾ 30 ആണ്. അപ്പം നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണുകയാണ് 2πf × L ആണ്. 2 × 3.14 × 60 × 0.1 31.42 ഓം ആണ്. അത് കഴിഞ്ഞ് ഇമ്പിഡൻസ് കാണാൻ വേണ്ടിയിട്ട് √R² - XL², R² + XL², 2² + 31.42², tan ഇൻവേഴ്സ് ഓഫ് 32.142 ഡിവൈഡഡ് ബൈ 35, 3.5. അപ്പോൾ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ 31.6 ആംഗിൾ 83.65, 83.65 ആണ് കിട്ടുക. അപ്പോൾ Z കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കറണ്ട് കാണാൻ വേണ്ടി, കറണ്ട് എന്ന് പറഞ്ഞാൽ V/Z ആണ്. V എന്ന് പറഞ്ഞാൽ 220 ആംഗിൾ 30 ഡിവൈഡഡ് ബൈ 31.6 ആംഗിൾ 83.65, ദാറ്റ് ഈസ് 220 ആംഗിള് 30 മൈനസ് 83.65 മൈനസ് ചെയ്യുകയും 220നെ 31.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ 6.96 ആംഗിൾ മൈനസ് 53.65 ലഭിക്കും. ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ -53.61 പ്ലസ് 30 ആണ്, ദാറ്റ് ഈസ് 81.65 വിത്ത് കറണ്ട് ലാഗിങ്. പവർ ഫാക്ടർ ഈക്വൽ ടു cos 83.65 ഈസ് ഈക്വൽ ടു, ഇപ്പം നിങ്ങൾക്ക് കൃത്യമായി കണ്ടാൽ അറിയാം, വോൾട്ടേജ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്നത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് -53.6 ആണ്. അതുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. വിയും ഐയും തമ്മിലുള്ള ആംഗിളാണ്, ആംഗിളിൻ്റെ കൊസൈനാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.